ഗംഗാവലി പുഴയുടെ മറുകരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പുറകിലായി കാണാൻ കഴിയും ആ അപകട സ്ഥലം. അവിടെ നടക്കുന്ന രക്ഷാദൗത്യം ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നത് എന്നുള്ളത്. ഒപ്പം പുഴയിലും വ്യാപകമായി തന്നെ ഇന്ന് തിരച്ചിൽ പുരോഗമിച്ചു വരികയാണ്. രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ, സംഘാംഗങ്ങൾ പുഴയിൽ രൂപപ്പെട്ടിട്ടുള്ള മൺതിട്ടകളിൽ, അതായത് മലയിടിഞ്ഞു വന്ന വലിയ അളവിൽ മൺതിട്ട ഇപ്പോഴും പുഴയിൽ തന്നെ ഉണ്ട്. 1, 2, 3 വലിയ മൺതിട്ടകളുണ്ട്. അതിന് മുകളിലെത്തി പരിശോധന നടത്തുകയാണ്. മതത്തിൽ ഇതിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ നാശനഷ്ടം തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുകൂടിയാണ് തെരച്ചിലിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പുഴയുടെ മറുകരയിൽ വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. 5 വീടുകൾ പൂർണ്ണമായി തകർന്നു എന്നുള്ളതാണ്. ഈ മേഖലയിലേക്ക് ഇതുവരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അധികമായി എത്തിച്ചേർന്നിരുന്നില്ല എന്നതുകൂടിയാണ്. 5 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ ചെറിയ ചെറിയ അവശേഷിപ്പുകൾ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 5 വീടുകളുടെയും തറ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നതാണ്. നിരവധി ആളുകൾക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അർജുനൊപ്പം തന്നെ പ്രദേശവാസികളായ 2 പേർ കൂടി മിസ്സിംഗ് ആണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടിയാണ് പുരോഗമിച്ചു വരുന്നത്. വീടുകളിൽ ഉണ്ടായിരുന്ന കുറെ ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ തന്നെ കഴിയുകയാണ്. പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ये 5 घर है ना इधर? पूरा 5 घर। ये वाला आदमियों किधर से? आदमी कितना आदमी होंगे ना इधर? इधर से 4 आदमी है। 4 में 3 आदमी हॉस्पिटल में, एक आदमी इधर है। ये क्या हुआ इधर? बुद्धा हिल्स पढ़ने का अच्छा है। पानी आ गया? हाँ, पानी आ गई का तो ऊपर से उतना ऊपर कितना उतना नहीं उतना उधर ऊपर से घर के ऊपर से पानी आ गया। कितना टोटल कितना आदमी अस्पताल में? 15 आदमी। किधर से? किधर कुमटा है। कुमटा गवर्नमेंट हॉस्पिटल। 15 आदमी अभी। 2 आदमी ಸ್ವಲ್ಪ सीरियस है। 2 आदमी सीरियस है। ये घर के अंदर सामान है सब जाए अंदर मिट्टी अंदर है। मट्टी अंदर। ഏതായാലും അപകടത്തിന്റെ മറുകരയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഈ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രദേശവാസികൾ പറഞ്ഞതുപോലെ തന്നെ കനത്ത നഷ്ടം തന്നെ, നാശനഷ്ടം തന്നെയാണ് ഉണ്ടായത്. വീട്ടിനകത്തുണ്ടായിരുന്ന ചില ബാക്കി സാധനങ്ങളാണ്, പാത്രങ്ങളുടെയൊക്കെ ഭാഗങ്ങളാണ് ഇവിടെ ഇന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെയൊക്കെ തിരഞ്ഞിരുന്നു. എന്തായാലും ആളുകളെ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ 15 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒപ്പം മേഖലയിലെ 2 ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. പുഴയിലാണോ മണ്ണിനടിയിലാണോ എന്നറിയാത്ത വിധത്തിൽ മിസ്സിംഗ് ആണ്. അവർക്ക് വേണ്ടി അടക്കം തിരച്ചിൽ വ്യാപകമായി തന്നെ പുരോഗമിച്ചു വരുന്നു. 7ാം ദിവസം ശുഭവാർത്ത ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി, ശുഭവിവരം ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് എല്ലാവരും തന്നെ ഉള്ളത്. രക്ഷാദൗത്യം വളരെ ഊർജിതമായി തന്നെ പുരോഗമിച്ചു വരുന്നു. പക്ഷേ ഇതുവരെ അർജുൻ എവിടെയാണ്, അർജുന്റെ ട്രക്ക് എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ്. മഴ കുറച്ച് മാറി നിൽക്കുന്നു എന്നത് അനുകൂലമായ ഒരു ഘടകമാണ്. ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്ന് നിഖിൽ ജോസഫിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.